മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് മൊഡ്യൂൾ 1 ഒരു ടോപ്പിക്കാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആൻഡ് പ്രിൻസിപ്പൽ പ്ലെയിൻസ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പ്രിൻസിപ്പൽ സ്ട്രെസ് എന്താണ്, പ്രിൻസിപ്പൽ പ്ലെയിൻ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇതിലെ പ്രോബ്ലംസ് ചോദിക്കാം. പ്രിൻസിപ്പൽ സ്ട്രെസ്സും ആ പ്രിൻസിപ്പൽ പ്ലെയിൻ്റെ പൊസിഷനും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഈ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്താണ്, പ്രിൻസിപ്പൽ സ്ട്രെസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ പ്രിൻസിപ്പൽ പ്ലെയിനിനെ തന്നെയാണ് നമ്മളിവിടെ ഷിയർലെസ് പ്ലെയിൻ എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ പ്ലെയിനിനെ തന്നെയാണ് ഷിയർലെസ് പ്ലെയിൻ എന്നൊരു പേരും വരുന്നുണ്ട്. പ്രിൻസിപ്പൽ പ്ലെയിൻസ് ഓർ ഷിയർലെസ് പ്ലെയിൻസ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു 3 ഡയമെൻഷണൽ ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഓബ്ജക്റ്റ് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള മെഷീൻ കമ്പോണൻറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു 3 ഡയമെൻഷണൽ ഓബ്ജക്റ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ ഒബ്ജക്റ്റിനെ 2 പോയിൻറ്റ്സിലായിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സപ്പോർട്ട്സ് എന്ന് പറയുന്നത് എയും ബിയും വെച്ച് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒബ്ജക്റ്റിൽ ഇതിൻ്റെ ഔട്ടർ ബൗണ്ടറിയിലായിട്ട് ഇവിടെ ഫോഴ്സുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. സേ ദി ഫോഴ്സസ് എന്ന് പറയുന്നത് F1. ഓക്കെ, ഇവിടെ വരുന്ന ഫോഴ്സ് F2, ഇവിടെ വന്നിട്ട് F3 എന്ന് പറയുന്ന ഫോഴ്സസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സുകളെല്ലാം ഈ പറയുന്ന ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഒബ്ജക്റ്റിൻ്റെ ഈ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലായിട്ട് ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം. റാൻഡമായിട്ട് ചൂസ് ചെയ്തൊരു പോയിന്റാണ്. ഈ ഒരു പോയിന്റിൽ സ്ട്രെസ്സാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു പോയിന്റിൽ സ്ട്രെസ്സാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്നത് റിസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ ആണ്. സ്ട്രെസ് എന്ന് പറയുന്നത് റിസ്റ്റോറിംഗ് ഫോഴ്സ് ബൈ ഏരിയ. ഓക്കെ, അപ്പം ഈ ഒരു പോയിന്റിലെ സ്ട്രെസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സ്ട്രെസ് ടെൻസർ എല്ലാം വെച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സ്ട്രെസ് ടെൻസർ വെച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് ചെറിയൊരു ക്യൂബ് കൺസിഡർ ചെയ്തിട്ട് ആ ക്യൂബിൻ്റെ ഫേസിൽ വരുന്ന സ്ട്രെസ്സുകളെല്ലാം നോട്ട് ചെയ്തു, എന്നിട്ട് അതിനെ സ്ട്രെസ് ടെൻസറായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇനി ഞാൻ ഈ പോയിന്റിൽ ഒരു പോയിന്റിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് ക്യൂബ് കൺസിഡർ ചെയ്യുന്നതിന് പകരം ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ വരാം. ഓക്കെ, ഇപ്പം ഇവിടെ ആക്സിസ് എന്ന് പറയുന്നത് ഇത് എക്സ് ആക്സിസും ഓക്കെ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് വൈ ആക്സിസുമായിട്ട് എടുത്തെന്ന് വിചാരിക്കാം. എക്സ് ആക്സിസും വൈ ആക്സിസുമായിട്ട് എടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം എനിക്കിതിൽ എങ്ങനെയൊക്കെയാണ് പ്ലെയിൻസ് ഈ സോളിഡിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ എനിക്ക് ഒരു പ്ലെയിനിനെ ഇങ്ങനെ പാസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഈ പ്ലെയിനിന് വൈ ആക്സിസിന് പാരലായിട്ട് ഇങ്ങനെ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എക്സ് ആക്സിസിന് പാരലായിട്ട് പ്ലെയിൻ കൺസിഡർ ചെയ്യാം, വൈ ആക്സിസിന് പാരലായിട്ട് പ്ലെയിൻ കൺസിഡർ ചെയ്യാം. ഈ പോയിന്റിലൂടെ യഥാർത്ഥത്തിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലെയിൻസ് കൺസിഡർ ചെയ്യാം. പല ആംഗിളുകളിലായിട്ട് ഇത് മറ്റൊരു പ്ലെയിനാണ്, കുറച്ചുകൂടി ഇൻക്ലിനേഷൻ മാറ്റിക്കഴിഞ്ഞാൽ പുതിയൊരു പ്ലെയിനിലേക്കായി ഇത് പുതിയൊരു പ്ലെയിനാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്ലെയിൻസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ പ്ലെയിനിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്ലെയിനും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അവിടുത്തെ സ്ട്രെസ്സുകൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്ലെയിനിൽ മിനിമം ഒരു നോർമലും ഒരു ഷിയർ സ്ട്രെസ്സെങ്കിലും കാണും. ഒരു പ്ലെയിനിൽ മിനിമം ഒരു നോർമൽ സ്ട്രെസ്സും ഒരു ഷിയർ സ്ട്രെസ്സെങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് പ്ലെയിന് ഒരെണ്ണം കൺസിഡർ ചെയ്തു, ആ പ്ലെയിനിൽ സ്ട്രെസ്സസ് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ പ്ലെയിനിലുള്ള സ്ട്രെസ്സുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കോഷീസ് സ്ട്രെസ് ഫോമുല യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ കോഷീസ് സ്ട്രെസ് ഫോമുല വെച്ചിട്ട് സിഗ്മ എന്നും ടോ എൻ എസും കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. ഓക്കെ, കോഷീസ് സ്ട്രെസ് ഫോമുല. ഓക്കെ, കോഷീസ് സ്ട്രെസ് ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കോഷി സ്ട്രെസ് ഫോമുലേനെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുകൊണ്ട് മറ്റൊരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. കോഷി സ്ട്രെസ് ഫോമുല വെച്ചിട്ട് നമുക്കൊരു പ്ലെയിനിൽ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ടെങ്കിൽ അതിൽ ഒരു നോർമൽ സ്ട്രെസ്സും ഒരു ഷിയർ സ്ട്രെസ്സും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു നോർമൽ സ്ട്രെസ്സും ഒരു ഷിയർ സ്ട്രെസ്സും ആ പ്ലെയിനിൽ വരുമെന്നാണ് പറഞ്ഞത്. ഒരു നോർമൽ ഒരു ഷിയർ സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ നോർമലി ഒരു പ്ലെയിനിൽ എക്സ്പെക്ട് ചെയ്യുന്ന 2 തരത്തിലുള്ള സ്ട്രെസ്സുകൾ. ഓക്കെ, അപ്പം ഈ ഒരു പ്ലെയിന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ എക്സ് ആക്സിന് പാരലായിട്ട് ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പ്ലെയിനിൽ ഒരു നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് ഈ ഡയറക്ഷനിൽ. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എലോങ് ദി പ്ലെയിൻ. അപ്പോൾ ഒരു നോർമൽ സ്ട്രെസ്സും ഒരു ഷിയർ സ്ട്രെസ്സുമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ഇൻക്ലിനേഷനിൽ പുതിയൊരു പ്ലെയിൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പ്ലെയിനിലും ഒരു നോർമൽ സ്ട്രെസ് കാണും. ഓക്കെ, പിന്നെ എലോങ് ദി പ്ലെയിൻ ആക്ട് ചെയ്യുന്ന ഒരു ഷിയർ സ്ട്രെസ്സും കാണും. ഓക്കെ, അപ്പം എല്ലാ പ്ലെയിനുകളിലും നമ്മൾ നോർമലും ഷിയർ സ്ട്രെസ്സും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റിലൂടെ പല പ്ലെയിൻസ് കൺസിഡർ ചെയ്യണം. ഓരോ പ്ലെയിനുകളിലും ഓരോ നോർമൽ സ്ട്രെസ്സും അതിനകത്ത് ഒരു ഷിയർ സ്ട്രെസ്സും വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പ്ലെയിൻ്റെ ഇൻക്ലിനേഷൻ മാറുന്നതിനനുസരിച്ച് നോർമൽ സ്ട്രെസ്സിൻ്റെയും ഷിയർ സ്ട്രെസ്സിൻ്റെയും വാല്യൂസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു പൊസിഷനിൽ ഒരു പ്രത്യേക പൊസിഷനിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനെ ലൊക്കേറ്റ് ചെയ്തു. ആ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ആകെ നോർമൽ സ്ട്രെസ്സ് മാത്രമേ ഉള്ളൂ. ആ കൺസിഡർ ചെയ്ത ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വന്നിട്ട് ആകെ നോർമൽ സ്ട്രെസ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ പ്ലെയിനിൽ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിപ്പോയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ കൺസിഡർ ചെയ്തു. ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ എത്തിയപ്പോഴത്തേക്കും ആ പ്ലെയിനിൽ ആകെ നോർമൽ സ്ട്രെസ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ നോർമൽ സ്ട്രെസ്സ്
ഉണ്ട്, അവിടുത്തെ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഇൻക്ലൈൻഡ് പ്ലെയിൻ. സേ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് തീറ്റ ഇൻക്ലിനേഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പം ഈ പ്ലെയിനിൽ എത്തിയപ്പോഴത്തേക്കും അവിടെ നോർമൽ സ്ട്രെസ് സിഗ്മ എൻ ഉണ്ട്. ഓക്കെ, ആ പ്ലെയിനിൽ എലോങ് ദി പ്ലെയിൻ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ നോക്കിയപ്പോഴത്തേക്കും ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ടോ എൻ എസ്. ഓക്കെ, ടോ എൻ എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിപ്പോയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്ലെയിനിൽ നോർമൽ സ്ട്രെസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള നോർമൽ സ്ട്രെസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്. ഇങ്ങനെയുള്ള നോർമൽ സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സിഗ്മ കൊണ്ട്, പ്രിൻസിപ്പൽ സ്ട്രെസ്. ഓക്കെ, അപ്പം പ്രിൻസിപ്പൽ സ്ട്രെസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആർ ദി സ്ട്രെസ്സസ് ആക്ടിങ് ഓൺ പ്രിൻസിപ്പൽ പ്ലെയിൻസ്. ഈ പ്ലെയിനിനെ വിളിക്കുന്ന പേരാണ്, ഇൻക്ലൈൻഡ് പ്ലെയിനിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ പ്ലെയിൻ. ഓക്കെ, ഇനി പ്രിൻസിപ്പൽ പ്ലെയിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയർലെസ് പ്ലെയിനാണ്. ആ പ്ലെയിനിൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഷിയർ സ്ട്രെസ് ടോ എൻ എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അവിടെ പിന്നെ എന്ത് മാത്രമേ കാണത്തുള്ളൂ? നോർമൽ സ്ട്രെസ് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയുള്ള നോർമൽ സ്ട്രെസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ സ്ട്രെസ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് സിഗ്മ കൊണ്ടാണ് റെപ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു പോയിന്റിലൂടെ നമുക്ക് 3 പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 കൺസിഡർ ചെയ്യാം. ഓക്കെ, അതിൽ സിഗ്മ 1 എന്ന് പറയുന്നത് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്, ഏറ്റവും കൂടിയ വാല്യൂ കിട്ടുന്ന പ്രിൻസിപ്പൽ സ്ട്രെസ് വാല്യൂസിൽ ഏറ്റവും കൂടിയ വാല്യൂവിനെ നമ്മൾ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്നും ഏറ്റവും കുറഞ്ഞ വാല്യൂവിനെ നമ്മൾ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്നും ആയിരിക്കും വിളിക്കുന്നത്. മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്, മേജർ ആൻഡ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്. ഓക്കെ, അതിൽ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 1 കൊണ്ട്, മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ 3 കൊണ്ടുമായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് പ്രിൻസിപ്പൽ സ്ട്രെസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദി സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് അറ്റ് എ പോയിന്റ് ഈസ് ഗിവൺ ബൈ സിഗ്മ എക്സ് ഈക്വൽ ടു 70 MPa, സിഗ്മ വൈ ഈക്വൽ ടു 10 MPa, സിഗ്മ ഇസഡ് ഈക്വൽ ടു -20 MPa, ടോ എക്സ് വൈ ഈക്വൽ ടു -40 MPa, ടോ വൈ ഇസഡ് ഈക്വൽ ടു ടോ എക്സ് ഇസഡ് ഈക്വൽ ടു 20 MPa. ഓക്കെ, ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമിൻ ദി നോർമൽ സ്ട്രെസ്സസ്, ഡിറ്റർമിൻ ദി പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. ഓക്കെ, ഡിറ്റർമിൻ ദി പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്, പിന്നെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഡയറക്ഷൻ, പിന്നെ ഇൻവേരിയൻസ്. ഇത്രയും കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഈ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മുടെ സിലബസ് അനുസരിച്ച് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് വൈ ഇസഡ് ഡയറക്ഷനിലുള്ള നോർമൽ സ്ട്രെസ്സും തന്നിട്ടുണ്ട്, പിന്നെ അതത് പ്ലെയിൻസിലുള്ള ഷിയർ സ്ട്രെസ്സുകളും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ആദ്യമേ നമ്മൾ ഇതിനെ ഈ എലാബറേറ്റ് ആയിട്ട് തന്നിരിക്കുന്നതിന് നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് സ്ട്രെസ് ടെൻസർ എഴുതുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ സ്ട്രെസ് ടെൻസർ എന്ന് പറയുന്നത് സിഗ്മ ഐ ജെ ആണ്, സിഗ്മ സഫിക്സ് ഐ ജെ. അപ്പോൾ സ്ട്രെസ് ടെൻസർ നമ്മൾ എഴുതുന്നത് ഒരു 3/3 മെട്രിക്സ് ആയിട്ടാണ് എഴുതുന്നത്. ആ 3/3 മെട്രിക്സിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ ഇസഡ്. ഓക്കെ, മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് ഫസ്റ്റ് ഫില്ല് ചെയ്യാം. അതിനുശേഷം എക്സ് പ്ലെയിനിലുള്ള എലമെൻറ്റ്സ് ഇവിടെ ഫില്ല് ചെയ്യാം. ഓക്കെ, എക്സ് പ്ലെയിനിൽ ഇൻ ദി വൈ ഡയറക്ഷൻ, ഷിയർ സ്ട്രെസ് ഇൻ എക്സ് പ്ലെയിൻ ഇൻ ദി ഇസഡ് ഡയറക്ഷൻ. ഓക്കെ, സെക്കൻഡ് റോയിൽ വന്നിട്ട് നമ്മൾ വൈ പ്ലെയിനിലുള്ള എലമെൻറ്റ്സ് ആണ്. അത് ഷിയർ സ്ട്രെസ് ഇൻ വൈ പ്ലെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ, ഷിയർ സ്ട്രെസ് ഇൻ വൈ പ്ലെയിൻ ഇൻ ഇസഡ് ഡയറക്ഷൻ. ഇവിടെ ഇസഡ് പ്ലെയിനിലുള്ളത് ഷിയർ സ്ട്രെസ് ഇൻ ഇസഡ് പ്ലെയിൻ ആൻഡ് എക്സ് ഡയറക്ഷൻ, ഷിയർ സ്ട്രെസ് ഇൻ ഇസഡ് പ്ലെയിൻ ആൻഡ് വൈ ഡയറക്ഷൻ. ഓക്കെ, അപ്പം ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇപ്പോൾ സിഗ്മ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 70. ഓക്കെ, സിഗ്മ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 10, സിഗ്മ ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -20. ഓക്കെ, ടോ എക്സ് വൈ എന്ന് പറയുന്നത് -40. ടോ എക്സ് വൈ -40 ആണെങ്കിൽ ടോ വൈ എക്സും -40 തന്നെയായിരിക്കും. അത് ഇക്വാളിറ്റി ഓഫ് ക്രോസ് ഷിയേഴ്സ് വെച്ചിട്ടാണ് പറയുന്നത്. ഇനി ടോ എക്സ് സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20. ഓക്കെ, ടോ എക്സ് സെഡ് എന്ന് പറയുന്നത് 20 ആണെങ്കിൽ അതിൻ്റെ ക്രോസ് ഷിയർ എന്ന് പറയുന്നത് ടോ ഇസഡ് എക്സ് ആണ്. ടോ ഇസഡ് എക്സ് ഇവിടെ തന്നെയാണ്, 20 തന്നെയാണ്. ഓക്കെ, പിന്നെ ടോ വൈ ഇസഡ് ഉണ്ട്. ടോ വൈ ഇസഡ് നമ്മളിവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ടോ വൈ ഇസഡ് എന്ന് പറയുന്നത് 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടോ വൈ ഇസഡ് ഈക്വൽ ടു 20. ഓക്കെ, ടോ വൈ ഇസഡ് 20 ആണെങ്കിൽ ടോ ഇസഡ് വൈയും 20 തന്നെയായിരിക്കും. എല്ലാത്തിൻ്റെയും യൂണിറ്റ് എന്ത് തന്നെയാണ്? മെഗാ പാസ്കൽ. എല്ലാം കൂടെ ചേർത്ത് പുറത്തായിട്ട് മെഗാ പാസ്കൽ എന്ന് നോട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇത് നമ്മൾ സ്ട്രെസ് ടെൻസർ ഫസ്റ്റ് അറേഞ്ച് ചെയ്യാം. ഓക്കെ, സ്ട്രെസ് ടെൻസറായിട്ട് ഈ തന്നിരിക്കുന്ന സ്ട്രെസ് വാല്യൂസിനെ എല്ലാം അറേഞ്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഇൻവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ട്രെസ് ഇൻവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഒരു പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദി സ്ട്രെസ് ഇൻവേരിയൻസ്. ഓക്കെ, സ്ട്രെസ് ഇൻവേരിയൻസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു സ്ട്രെസ് ടെൻസർ ഉണ്ട് അല്ലേ. സ്ട്രെസ് ടെൻസർ എന്ന് പറയുന്നത് ഇതാണ്, സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ ഇസഡ് ഇതിൻ്റെ ഈ എഴുതിയിരിക്കുന്ന സ്ട്രെസ് ടെൻസർ. ഓക്കെ, അതിൽ നിന്ന് ഫസ്റ്റ് സ്ട്രെസ് ഇൻവേരിയൻറ്റ് കിട്ടുന്നെങ്കിൽ ഈ മെയിൻ ഡയഗണൽ എലമെൻസിൻ്റെ സം സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ ഇസഡ്. അപ്പോൾ സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ ഇസഡിൻ്റെ സം എന്ന് പറയുന്നത് 70 + 10 - 20. ഓക്കെ, 70 + 10 70 + 10 - 20. ഓക്കെ, ഇത് ചെയ്യുമ്പോഴത്തേക്കും 60 എന്ന് കിട്ടും. സ്ട്രെസ് ഇൻവേരിയൻറ്റ് ഫസ്റ്റ് സ്ട്രെസ് ഇൻവേരിയൻ്റ് എന്ന് പറയുന്നത് 80 - 20 60 വരും. ഓക്കെ, ശരി. നെക്സ്റ്റ് ഇതിൻ്റെ ഈ യൂണിറ്റ് എന്ത് തന്നെയാണ്? മെഗാ പാസ്കൽ തന്നെയാണ്. എല്ലാം സ്ട്രെസ് വാല്യൂസ് ആണല്ലോ. ശരി. നെക്സ്റ്റ് സെക്കൻഡ് സ്ട്രെസ് ഇൻവേരിയൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സെക്കൻഡ് സ്ട്രെസ് ഇൻവേരിയൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അതും സ്ട്രെസ് ടെൻസർ വെച്ച് തന്നെ ഓർത്തിരിക്കാം. ഫസ്റ്റ് എലമെൻറ്റ് വരുന്ന റോയും ഫസ്റ്റ് എലമെൻറ്റ് വരുന്ന കോളവും നമ്മളങ്ങ് നെഗ്ലക്റ്റ് ചെയ്യും. ഫസ്റ്റ് എലമെൻറ്റ് വരുന്ന റോയും ഫസ്റ്റ് എലമെൻറ്റ് വരുന്ന കോളവും നെഗ്ലക്റ്റ് ചെയ്യുക. ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എടുക്കുക. ബാക്കിയുള്ളത് സിഗ്മ വൈ സിഗ്മ ഇസഡ് ടോ വൈ ഇസഡ് ടോ ഇസഡ് വൈ. ഓക്കെ, ശരി. നെക്സ്റ്റ് സിഗ്മ വൈ വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്യുക. സിഗ്മ വൈ വരുന്ന റോ എന്ന് പറയുന്നത് സെക്കൻഡ് റോയും സിഗ്മ വൈ വരുന്ന കോളം എന്ന് പറയുന്നത് സെക്കൻഡ് കോളം. ഓക്കെ, ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സിഗ്മ വൈ വരുന്ന കോളം എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെയുള്ളത് സിഗ്മ എക്സ് സിഗ്മ ഇസഡ്. ഓക്കെ, സിഗ്മ എക്സ് സിഗ്മ ഇസഡ് ടോ എക്സ് ഇസഡ് ടോ ഇസഡ് എക്സ്. ഓക്കെ, നെക്സ്റ്റ് മെയിൻ ഡയഗണൽ എലമെൻറ്റിൽ തേർഡ് എലമെൻ്റ് എന്ന് പറയുന്നത് സിഗ്മ ഇസഡ് വരുന്ന റോയും സിഗ്മ ഇസഡ് വരുന്ന കോളും. ഓക്കെ, അത് രണ്ടും എലിമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സിഗ്മ എക്സ് സിഗ്മ വൈ ടോ എക്സ് വൈ ടോ വൈ എക്സ്. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് നമ്മൾ സെക്കൻഡ് സ്ട്രെസ് ഇൻവേരിയൻ്റ് എഴുതുന്നത്. അപ്പം സ്ട്രെസ് ടെൻസർ എഴുതി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഈ സ്ട്രെസ് ഇൻവേരിയൻസ് വേണമെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യനും ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എലമെൻറ്റ്സ് ഫില്ല് ചെയ്യുക. സിഗ്മ വൈ എന്ന് പറയുന്നത് 10, ഇവിടെ -20, ഇവിടെ 20 20. ഓക്കെ, അടുത്തത് സിഗ്മ എക്സ് എന്ന് പറയുന്നത് 70, സിഗ്മ ഇസഡ് എന്ന് പറയുന്നത് -20. ഓക്കെ, ടോ എക്സ് ഇസഡ് എന്ന് പറയുന്നത് 20, ടോ ഇസഡ് എക്സ് എന്ന് പറയുന്നത് 20. ഓക്കെ, നെക്സ്റ്റ് സിഗ്മ എക്സ് സിഗ്മ വൈ എക്സ് 70, സിഗ്മ വൈ എന്ന് പറയുന്നത് 10, ഇത് -40, ഇത് വന്നിട്ട് -40. ഓക്കെ, അപ്പോൾ സ്ട്രെസ് ഇൻവേരിയൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് സ്ട്രെസ് ഇൻവേരിയൻറ്റ്. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 × -20 മൈനസ് ഓഫ് 20 × 20 10 × -20 മൈനസ് ഓഫ് 20 × 20 10 × -20 മൈനസ് ഓഫ് 20 × 20 20 × 20. ഓക്കെ, പ്ലസ് ആദ്യം ഇവിടുത്തെ മെയിൻ ഡയഗണലിൽ ക്രോസ് ചെയ്യുക, പിന്നെ ഇവിടുത്തെ ഈ സെക്കൻഡ് ഡയഗണലിൽ ക്രോസ് ചെയ്യുക, രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 70 × -20 മൈനസ് ഓഫ് 20 × 20. ഓക്കെ, തേർഡ് എന്ന് പറയുന്നത് 70 × 10 പ്ലസ് 70 × 10 മൈനസ് ഓഫ് -40 × -40. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് എലമെൻറ്റ്സ് വരുന്നത്. ഇത് ഫസ്റ്റ് മെട്രിക്സിൻ്റെത്, ഫസ്റ്റ് ഡിറ്റർമിനൻ്റെത്, ഇത് സെക്കൻഡ് ഡിറ്റർമിനൻ്റ്, തേർഡിൻ്റെത്. ഓക്കെ, ഇതെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് I2 = -3300 അതും മെഗാ പാസ്കൽ തന്നെയാണ്. ഓക്കെ, യൂണിറ്റ് സ്ട്രെസ് ഇൻവേരിയൻറ്റിന് എഴുതണമെന്നില്ല. ഓക്കെ, -3300 ഇവിടെ യൂണിറ്റ് എഴുതണ്ട. ഓക്കെ, കാരണം ഈ മൾട്ടിപ്പിൾസ് വരുമ്പോഴത്തേക്ക് യൂണിറ്റ് ചെറിയ രീതിയിൽ ഇഷ്യൂ വരുന്നുണ്ട്. ഓക്കെ, അപ്പം 60 ഇവിടെ -3300. ഓക്കെ, ഇനി തേർഡ് സ്ട്രെസ് ഇൻവേരിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മൊത്തം സ്ട്രെസ് ടെൻസർ. ഓക്കെ, ഈ സ്ട്രെസ് ടെൻസറിൻ്റെ മൊത്തത്തിലുള്ള ഡിറ്റർമിനൻ്റ് ആണ്. ഓക്കെ, അത് എഴുതുമ്പോഴത്തേക്കും സിഗ്മ എക്സ് ടോ എക്സ് വൈ ടോ എക്സ് സെഡ് ടോ വൈ എക്സ് സിഗ്മ വൈ ടോ വൈ ഇസഡ് ടോ ഇസഡ് എക്സ് ടോ ഇസഡ് വൈ സിഗ്മ ഇസഡ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ്
സിഗ്മ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 70 -40 20 -40 10 20 20 20 -20. ഓക്കെ, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻ്റ് നമുക്ക് ഡയറക്റ്റ് ഒന്നുകിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത് 991 ESൻ്റെ, ഓക്കെ, കാസിയുടെ 991 ESൻ്റെ കാൽക്കുലേറ്ററാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എന്തെങ്കിലും ഓൾറെഡി എന്തെങ്കിലും ഫങ്ഷൻസ് അസൈൻഡ് ആയിട്ടുണ്ടെങ്കിൽ അതങ്ങ് ക്ലിയർ ചെയ്യാം. ഓക്കെ, ശരി. അതിനുശേഷം നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ മോഡ് സെലക്ട് ചെയ്യാം. ഓക്കെ, മോഡ് ഇവിടെ ലെറ്ററിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ മോഡ് സെലക്ട് ചെയ്യാം. അതിൽ 6th വൺ എന്ന് പറയുന്നത് മെട്രിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മെട്രിക്സ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഏത് മെട്രിക്സ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം ഫസ്റ്റ് മെട്രിക്സ് ആണ് സെലക്ട് ചെയ്യുന്നത് 1. ഓക്കെ, അപ്പോൾ എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു 3/3 മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 3/3 മെട്രിക്സ്. ഓക്കെ, 3/3 മെട്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതും ഫസ്റ്റ് വൺ തന്നെയാണ്. ഓക്കെ, ഇനി ആ മെട്രിക്സ് എൻട്രി ചെയ്ത് കൊടുക്കുക. മെട്രിക്സ് ഇവിടെ എൻട്രി ചെയ്യേണ്ടത് 70, ഓരോന്നും കഴിഞ്ഞിട്ട് ഈക്വൽ ടു കൊടുക്കുക. 70, അത് കഴിഞ്ഞ് -40, 70 -40 ഈക്വൽ ടു 20 ഈക്വൽ ടു ആ റോ വൈസ് എൻട്രി ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ സെക്കൻഡ് റോയിലേക്ക് എത്തി. -40 ഈക്വൽ ടു 10 ഈക്വൽ ടു 20 ഈക്വൽ ടു, അപ്പോൾ സെക്കൻഡ് റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് തേർഡ് റോയിലേക്ക് പോകുമ്പോഴത്തേക്കും 20 ഈക്വൽ ടു 20 ഈക്വൽ ടു -20. ഓക്കെ, ശരി. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ AC, ഓക്കെ, AC അല്ലെങ്കിൽ ഓഫ് പ്രസ് ചെയ്യുക. നെക്സ്റ്റ് വീണ്ടും ഒരു തവണ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഇവിടെ മെട്രിക്സ് എന്ന് പറഞ്ഞ് ഇവിടെ ലെറ്ററിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് മെട്രിക്സ് എന്ന് പറഞ്ഞ് 4ന് മുകളിലായിട്ട് മെട്രിക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം മെട്രിക്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ഡയമെൻഷൻ, ഡേറ്റ, മെട്രിക്സ് A, മെട്രിക്സ് B, മെട്രിക്സ് C അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ 7th വൺ എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ്, DT എന്ന് കൊടുത്തിരിക്കുന്നത് ഡിറ്റർമിനൻ്റ് ആണ്. ആ 7th വൺ സെലക്ട് ചെയ്യാം. ഓക്കെ, ഒരു തവണ കൂടി ഷിഫ്റ്റ്, വീണ്ടും ഇവിടെ 4ന് മുകളിലുള്ള മെട്രിക്സ്, ഇത്തവണ ഏത് മെട്രിക്സ് ആണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ തേർഡ് മെട്രിക്സ് A ആണ്, അത് 3 എന്നുള്ള ഡിജിറ്റിലാണ് അസൈൻഡ് ആയിരിക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഈക്വൽ ടു കൊടുക്കുമ്പോഴത്തേക്കും ഒരു ആൻസർ വന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ ആയിരിക്കും -4600 -4600. ഇതാണ് നമ്മുടെ I3യുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമുക്ക് 3/3 മെട്രിക്സുകളെല്ലാം വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. -4600. ഓക്കെ, അത് നിങ്ങൾ ഇതിൽ ചെയ്യുന്നൊന്നുമില്ല, ഈ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ I1, I2, I3യുടെ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. I1, I2, I3യുടെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ലെറ്റ് സിഗ്മ എന്ന് പറയുന്നത് σ1 ആവാം, σ2 ആവാം, σ3 ആവാം, റെപ്രസെൻറ്റ് ദി പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. ഓക്കെ, റെപ്രസെൻറ്റ് ദി പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്ട്രെസ് ടെൻസർ ഉണ്ടല്ലോ, ആ സ്ട്രെസ് ടെൻസർ എടുത്ത് എഴുതുക. σx, σy, σz, ഇവിടെ ടോ XY, ടോ XZ, ടോ YX, ടോ YZ, ടോ ZX, ടോ ZY. ഓക്കെ, അപ്പം ഇതിൽ ഈ നോർമൽ സ്ട്രെസ്സിൻ്റെ കമ്പോണൻസിൽ നിന്നെല്ലാം സിഗ്മ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഡെറിവേഷൻ വേണ്ട, നിങ്ങൾ ഈ ഒരു മെത്തേഡ്, ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, മെയിൻ ഡയഗണൽ എലമെൻസിൽ നിന്നെല്ലാം സിഗ്മ സബ്ട്രാക്ട് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഡിറ്റർമിനൻ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ മാത്സിലെല്ലാം ചെയ്യുന്ന പോലെ ഈ ഡിറ്റർമിനൻ്റ് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു വലിയ എക്സ്പ്രഷനാണ് കിട്ടുന്നത്. ആ എക്സ്പ്രഷനിലെ വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലെയായിരിക്കും. ഓക്കെ, ഒരു ക്യൂബിക് ഇക്വേഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ ഒരു ക്യൂബിക് ഇക്വേഷൻ, അതായത് പവർ എന്ന് പറയുന്നത് ⁻³ വരുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും കിട്ടുന്നത്. അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. σ³
മൈനസ് I1 സിഗ്മ സ്ക്വയർ പ്ലസ് I2 സിഗ്മ മൈനസ് I3 ഈക്വൽ ടു 0. ഓക്കെ, അപ്പം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത് സോൾവ് ചെയ്ത് വരേണ്ട കാര്യമില്ല. ഡയറക്റ്റ് തന്നെ വി ഗെറ്റ് ദി ക്യൂബിക് ഇക്വേഷൻ എന്ന് പറഞ്ഞെങ്കിൽ എഴുതാം. വി ഗെറ്റ് ദി ക്യൂബിക് ഇക്വേഷൻ സിഗ്മ ക്യൂബ് മൈനസ് I1 സിഗ്മ സ്ക്വയർ പ്ലസ് I2 സിഗ്മ മൈനസ് I3 ഈക്വൽ ടു 0. ഓക്കെ, ശരി. ഇനി I1 I2 I3യുടെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ട് മുമ്പ് കാൽക്കുലേറ്റ് ചെയ്ത് I1 I2 I3യുടെ വാല്യൂസ് കൊടുക്കുക. സിഗ്മ ക്യൂബ് മൈനസ് I1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 60 ആണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ 60 സിഗ്മ സ്ക്വയർ പ്ലസ് I2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 3300 ആണ്. അപ്പോൾ മൈനസ് 3300 മൈനസ് 3300 സിഗ്മ. ഓക്കെ, I3യുടെ വാല്യൂ എന്ന് പറയുന്നത് അതൊരു നെഗറ്റീവ് വാല്യൂ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്, രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്കും പ്ലസ് വന്നിട്ട് 46000 ഈക്വൽ ടു 0. ഓക്കെ, അപ്പം ഇത് വീണ്ടും നമുക്ക് ഈ പറയുന്ന സെയിം കാസിയോയുടെ 991 ES ഓക്കെ, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാൽക്കുലേറ്റേഴ്സിലും ചെയ്യാൻ പറ്റും. ജസ്റ്റ് നിങ്ങളൊന്ന് ബ്രൗസ് ചെയ്ത് നോക്കുക, ഗൂഗിളിലൊന്ന് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ കാൽക്കുലേറ്റേഴ്സിലും നമുക്ക് ഈ ക്യൂബിക് ഇക്വേഷൻസ്, മെട്രിക്സുകളുടെ ഡിറ്റർമിനൻ്റ് എടുക്കുന്നത് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, ചെറിയ ചെറിയ ചേഞ്ചസേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഒരു കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ പറയുന്നത് 991 ES ആണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇത്തവണയുള്ളത് ഒരു ക്യൂബിക് ഇക്വേഷനാണ്. സിഗ്മ ക്യൂബ് മൈനസ് 60 സിഗ്മ സ്ക്വയർ മൈനസ് 3300 സിഗ്മ പ്ലസ് 46000. ഓക്കെ, അപ്പോൾ അതിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് ഓണാക്കിയതിന് ശേഷം മോഡ് സെലക്ട് ചെയ്യുക. മോഡ് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് 5th വൺ എന്ന് പറയുന്നത് ഇക്വേഷനാണ്. ഓക്കെ, ഇവിടെ കോംപ്ലക്സ് നമ്പേഴ്സ്, സ്റ്റാറ്റ് ടേബിൾ, വെക്ടേഴ്സ് ഇതെല്ലാം ഉണ്ട്. അതിൽ 5th വൺ എന്ന് പറയുന്നത് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ 5th വൺ അടിച്ചു. ഓക്കെ, അപ്പോൾ അതിൽ പല ഫോർമാറ്റിലുള്ള ഇക്വേഷൻസ് ഉണ്ട്. നമുക്കിപ്പം വേണ്ട ക്യൂബിക് ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത് AX ക്യൂബ് പ്ലസ് BX സ്ക്വയർ പ്ലസ് CX പ്ലസ് D ഈക്വൽ ടു 0. അപ്പോൾ ആ 4th വൺ സെലക്ട് ചെയ്തു. ഓക്കെ, 4th വൺ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ ഓരോരോ കോയിഫിഷ്യൻസ് എൻ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് സിഗ്മ ക്യൂബിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്. സിഗ്മ ക്യൂബിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. 1 കൊടുക്കുക, ഈക്വൽ ടു കൊടുക്കുക. നെക്സ്റ്റ് സിഗ്മ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് -60 ആണ്. -60 കൊടുക്കുക, ഈക്വൽ ടു കൊടുക്കുക. നെക്സ്റ്റ് സിഗ്മയുടെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് -3300 ആണ്. -3300 കൊടുക്കുക, ഈക്വൽ ടു കൊടുക്കുക. ഓക്കെ, പിന്നെ വരുന്നത് ലാസ്റ്റ് കോൺസ്റ്റൻറ്റ് ടേം. ഓക്കെ, ഡിയുടെ സ്ഥാനത്ത് വരുന്നത് 46000 ആണ്. 46% ഈക്വൽ ടു. ഓക്കെ, ഒരു തവണയും കൂടെ ഈക്വൽ ടു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 3 വാല്യൂസ് കിട്ടുന്നുണ്ട്. 90.77. ഓക്കെ, 1/1 ആയിട്ട് ഓരോ തവണ ഈക്വൽ ടു കൊടുക്കുമ്പോഴത്തേക്കും ഓരോ വാല്യൂസ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിൽ ഫസ്റ്റ് 90.77 എൻ്റെ യൂണിറ്റ് മെഗാ പാസ്കൽ. ഓക്കെ, ഒരു തവണയും കൂടെ ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വാല്യൂ വന്നിട്ടുണ്ട് 11.88 മെഗാ പാസ്കൽ. ഓക്കെ, ഒരു തവണയും കൂടെ ഈക്വൽ ടു കൊടുക്കുമ്പോഴത്തേക്കും നെക്സ്റ്റ് എന്ന് പറയുന്നത് -42.65 മെഗാ പാസ്കൽ. ഓക്കെ, ശരി. അപ്പം ഈ കിട്ടിയ 3 വാല്യൂസിൽ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് 90.77 ആണ്. നമ്മളിവിടെ സൈൻ നോക്കത്തില്ല, ജസ്റ്റ് അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ മാത്രം ചെക്ക് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഏതാണ് വലുത് ഏതാണ് ചെറുതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് 90.77 ആണ്. അതിന് നമ്മൾ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 1 ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്. ഓക്കെ, കൂട്ടത്തിൽ ഏറ്റവും വലുതിനെ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് വിളിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ചെറുതെന്ന് പറയുമ്പോൾ ഇവിടെ 11.88 ഉണ്ട്, -42 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ നെഗറ്റീവ് മാറ്റി നിർത്തിയിട്ട് നോക്കിയാൽ മതി. നെഗറ്റീവ് മാറ്റി നിർത്തിയിട്ട് നോക്കുമ്പോഴത്തേക്കും 11.88 ആണ് ഏറ്റവും ചെറുത്. അതിന് നമ്മൾ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് വിളിക്കും. മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്. ഓക്കെ, മേജറിനെ സിഗ്മ 1 കൊണ്ടും മൈനറിനെ സിഗ്മ 3 കൊണ്ടും റിപ്രസ് ചെയ്യും. ലാസ്റ്റ് വരുന്നത് സിഗ്മ 2. ഓക്കെ, അങ്ങനെ 3 സ്ട്രെസ് വാല്യൂസ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ സ്ട്രെസ് വാല്യൂസ് സിഗ്മ 1, സിഗ്മ 2 ആൻഡ് സിഗ്മ 3. ഇതിൽ പ്ലസും മൈനസും എന്ന് പറയുന്നത് അതിൻ്റെ നേച്ചറാണ്. ടെൻസൈൽ നേച്ചറാണോ കംപ്രസീവ് നേച്ചറാണോ എന്നുള്ളത്. അപ്പം മാഗ്നിറ്റ്യൂഡ് വൈസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് 90.77 ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 11.88 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ സ്ട്രെസ് വാല്യൂസ് കിട്ടി. ഓക്കെ, പ്രിൻസിപ്പൽ സ്ട്രെസ് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചോദിക്കാൻ പറ്റുന്നത്
നെക്സ്റ്റ് ഇതിൽ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രെസ്സിൻ്റെ, എല്ലാം കൂടെ ചോദിക്കത്തില്ല, ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഏതെങ്കിലും ഒരു മേജറോ മൈനറോ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഡയറക്ഷനും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയും. ഓക്കെ, അപ്പം അതാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം ഓൾറെഡി നമ്മൾ സ്ട്രെസ് വാല്യൂസ്, പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ മേജർ അല്ലെങ്കിൽ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതാണ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 3 നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 3 വന്നിട്ട് ടു ഫൈൻഡ് ദി ഡയറക്ഷൻ ഓഫ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സിഗ്മ 1ൻ്റെ ഡയറക്ഷനാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സിഗ്മ 1ൻ്റെ വാല്യൂ എത്ര കിട്ടിയ 90.77. 90.77 എന്ന് പറയുന്നത് ഈ ഒരു മെഗാ പാസ്കൽ, 90.77 മെഗാ പാസ്കൽ, അതാണ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ സിഗ്മ, ഈ ഒരു മെട്രിക്സ് ഇവിടെ ഡിറ്റർമിനൻ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്, ഇതിൻ്റെ മെട്രിക്സ് രൂപത്തിൽ എഴുതാം. ഓക്കെ, അപ്പോൾ അത് എഴുതുമ്പോഴത്തേക്കും നോർമൽ സ്ട്രെസ്സുകൾ ആദ്യം എഴുതുക. സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ ഇസഡ്, ഇവിടെ നിന്ന് ടോ എക്സ് വൈ, ടോ എക്സ് ഇസഡ്, ടോ വൈ എക്സ്, ടോ വൈ ഇസഡ്, ടോ ഇസഡ് എക്സ്, ടോ ഇസഡ് വൈ. ഓക്കെ, ഇനി ഇതിൽ ഈ മെയിൻ ഡയഗണൽ അല്ലെങ്കിൽ ഈ നോർമൽ സ്ട്രെസ്സുകൾ എഴുതിയിരിക്കുന്ന ഈ എന്താണ് മെട്രിക്സിലെ എലമെൻസിൽ നിന്ന്, നോർമൽ സ്ട്രെസ് എഴുതിയിരിക്കുന്ന മെട്രിക്സിലെ എലമെൻസിൽ നിന്ന് ഓരോന്നിൽ നിന്നും സിഗ്മ സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഡയറക്ഷനാണ് വേണ്ടത്, അല്ലേ? മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഡയറക്ഷനാണ് വേണ്ടതെങ്കിൽ ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്നത് സിഗ്മ 1 സബ്ട്രാക്ട് ചെയ്യാം. സിഗ്മ 1. ഓക്കെ, ശരി. അപ്പോൾ അത് സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും സിഗ്മ എക്സ് മൈനസ് സിഗ്മ 1. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇവിടെ 70, 10, -20 ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, ഓക്കെ, ശരി. അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിഗ്മ എക്സ് മൈനസ് സിഗ്മ 1 ആണ്. സിഗ്മ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 70യും അതിൽ നിന്ന് സിഗ്മ 1 കുറയ്ക്കുന്ന സിഗ്മ എക്സ് മൈനസ് സിഗ്മ 1. അപ്പം 70 മൈനസ് ആദ്യം ക്ലിയർ ചെയ്യുക. ഷിഫ്റ്റ് ക്ലിയർ 3 കൊടുക്കുമ്പോഴത്തേക്ക് നേരത്തെ അസൈൻ ചെയ്തിരുന്ന ഇക്വേഷൻ അങ്ങ് മാറി കിട്ടും. നെക്സ്റ്റ് നമുക്ക് ഇത് ഓരോന്നിൽ നിന്നും 70 മൈനസ് സിഗ്മ 1, 70 മൈനസ് സിഗ്മ 1 ആണ് ഇവിടെ ഫസ്റ്റ് വരുന്നത്. അത് സോൾവ് ചെയ്യുമ്പോൾ 70 മൈനസ് സിഗ്മ 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 90.77. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും -20.77 എന്ന് വരും. ഓക്കെ, ഈ ഡിഫറൻസ് എടുക്കുമ്പോൾ -20.77. ഓക്കെ, അടുത്തത് സിഗ്മ വൈ മൈനസ് സിഗ്മ 1. സിഗ്മ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 10 ആണ്. ഓക്കെ, അപ്പോൾ 10ൽ നിന്ന് സിഗ്മ 1 കുറയ്ക്കുമ്പോഴത്തേക്കും -80.77. ഓക്കെ, നെക്സ്റ്റ് സിഗ്മ ഇസഡ് മൈനസ് സിഗ്മ 1. ഓക്കെ, അത് ചെയ്യുമ്പോഴത്തേക്കും -70.77. കാരണം സിഗ്മ ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -20 ആണ്. -20 -90.77 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് -110 ആണ്. -110.77. ഓക്കെ, ബാക്കി വാല്യൂസ് എല്ലാം അതേ കണക്ക് തന്നെയാണ്. ടോ എക്സ് വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് -40, ഇവിടെ വന്നിട്ട് 20, ഇവിടെ വന്നിട്ട് -40, ഇവിടെ 20, ഇവിടെ 20. ഓക്കെ, ബാക്കി വാല്യൂസ് എല്ലാം പഴയതുപോലെ തന്നെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റ് റോ, ഈ എഴുതിയിരിക്കുന്ന മെട്രിക്സിൽ ഫസ്റ്റ് റോ എലമെൻസിൻ്റെ കോഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുക. ആ കോഫാക്ടേഴ്സിനെ മാർക്ക് ചെയ്യുന്നത് A1, B1, C1 കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് A1 വേണമെന്നുണ്ടെങ്കിൽ A1 ഈക്വൽ ടു എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് റോയിൽ A1 ആണെങ്കിൽ ഈ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കോഫാക്ടർ എടുക്കാം. ഓക്കെ, കോഫാക്ടർ എടുക്കുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എലമെൻറ്റ് വരുന്ന റോയിങ് കോളം അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യും. ഓക്കെ, എലമെൻറ്റ് വരുന്ന റോയിങ് കോളവും നെഗ്ലക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് രണ്ടുമാണ് പോകുന്നത്. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് വരുന്ന ഇത് രണ്ടും നെഗ്ലക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും മിച്ചമുള്ളതെന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് സിഗ്മ വൈ മൈനസ് സിഗ്മ 1 ടോ വൈ സെഡ് ടോ
ZY sigma Z minus sigma 1. ഓക്കെ, നെക്സ്റ്റ് B1 വേണ്ടി B1 ഈക്വൽ ടു B1 വേണ്ടി വീണ്ടും ഫസ്റ്റ് റോയിൽ തന്നെ നോക്കുക. റോ ചേഞ്ച് ചെയ്യുന്നില്ല, നമ്മൾ എപ്പോഴും ഫസ്റ്റ് റോയാണ്. ഓക്കെ, ഫസ്റ്റ് റോയിൽ തന്നെ സെക്കൻഡ് എലമെൻറ്റ് എടുക്കുക. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നീണ്ട ഈ എലമെൻറ്റ്. ഓക്കെ, ആ എലമെൻറ്റ് വരുന്ന റോയും കോളവും അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, അത് വരുന്ന റോയും കോളവും നെഗ്ലക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയുള്ളത് ടോ വൈ എക്സ്, ടോ വൈ ഇസഡ്, ടോ ഇസഡ് എക്സ്, സിഗ്മ ഇസഡ് മൈനസ് സിഗ്മ 1. ഓക്കെ, ഈ B1 എഴുതുമ്പോൾ മാത്രം ഫ്രണ്ടിൽ ഒരു മൈനസും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. B1ൻ്റെ ഇക്വേഷനിൽ അതും കൂടെ വരും സെക്കൻഡ് ടേമിൻ്റെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും. ബാക്കിയുള്ള എല്ലാം പഴയതാണ്. ടോ വൈ എക്സ് സിഗ്മ ഇസഡ് മൈനസ് സിഗ്മ 1, ടോ വൈ ഇസഡ്, ടോ ഇസഡ് എക്സ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് C1. ഓക്കെ, C1 ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ തേർഡ് എലമെൻറ്റ് എടുക്കുക. ഫസ്റ്റ് റോയിൽ തേർഡ് എലമെൻറ്റ് കൺസിഡർ ചെയ്യും. ആ തേർഡ് എലമെൻറ്റ് വരുന്ന റോയും കോളവും. ഓക്കെ, തേർഡ് എലമെൻറ്റ് വരുന്ന റോയും കോളവും നെഗ്ലക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നത് ടോ വൈ എക്സ് സിഗ്മ വൈ മൈനസ് സിഗ്മ 1, ടോ ഇസഡ് എക്സ്, ടോ ഇസഡ് വൈ. ഓക്കെ, ഈക്വൽ ടു ഇനി ഇതിലെ വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ സിഗ്മ വൈ മൈനസ് സിഗ്മ 1. ഓക്കെ, അപ്പോൾ ഇതും പോയി, ഫസ്റ്റ് റോയും പോയി, ഫസ്റ്റ് കോളവും പോയി. വെച്ചുള്ളത് മൈനസ് 80.77, 20, മൈനസ് 110.77. ഓക്കെ, ആ ഡിറ്റർമിനൻറ്റ് ഇനി സോൾവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ സെക്കൻഡ് വൺ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നത് -40, 20, മൈനസ് 110.77. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഈ B1 എഴുതുമ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഒരു മൈനസും കൂടെ ഇൻക്ലൂഡ് ചെയ്തോളേ. ആ കോഫാക്ടറിൻ്റെ റിലേഷനിൽ അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ശരി. ഇതിൽ ആ B1 മാത്രം ഒരു മൈനസ് അഡീഷണലായിട്ട് ചേർക്കേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻറ്റ് അത് എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടോ വൈ എക്സ് സിഗ്മ വൈ, ടോ വൈ എക്സ് എന്ന് പറയുന്നത് -40, മൈനസ് 80.77, 20. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഈ ഡിറ്റർമിനൻറ്റ് 1 by 1 ആയിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഡിറ്റർമിനൻറ്റ് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ഇതിലെ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക, മൈനസ് ഓഫ് ഈ പ്രോഡക്റ്റ്. ഓക്കെ, ഇവിടെയും മെയിൻ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക, മൈനസ് ഓഫ് ഇത്. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് B1 കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഇനിഷ്യലി ഒരു മൈനസ് ഉണ്ടെന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ തേർഡ് വരുമ്പോഴത്തേക്കും -40 × 20, മൈനസ് ഓഫ് 20 × -80.77. ഓക്കെ, അപ്പോൾ ഇത് 1 by 1 ആയിട്ട് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോഴത്തേക്കും A1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8546.6. ഓക്കെ, അങ്ങനെയാണ് A1ൻ്റെ വാല്യൂ വരുന്നത്. 8546.6 അല്ലെങ്കിൽ 8 സംതിങ് വരും. ഓക്കെ, അടുത്ത B1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -4030. നെക്സ്റ്റ് C1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 815.4. ഓക്കെ, അപ്പോൾ ഇത് ആ ഫസ്റ്റ് റോയിലെ എലമെൻസിൻ്റെ ഈ പറഞ്ഞ കോഫാക്ടർ, ഫസ്റ്റ് റോ എലമെൻസിൻ്റെ കോഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്തതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സിഗ്മ 1ൻ്റെ ഡയറക്ഷൻ ആണല്ലോ വേണ്ടത്. ഓക്കെ, അപ്പം ഡയറക്ഷൻസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഡയറക്ഷൻ കൊസൈൻസ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പം ലെറ്റ് ദി ഡയറക്ഷൻ കൊസൈൻസ് ഫോർ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 1b ANX, ANY, ANZ എന്ന് നമ്മളങ്ങ് അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ANXൻ്റെ വാല്യൂ വേണമെങ്കിൽ A1/√A1² + B1² + C1². അതിൽ A1ൻ്റെ വാല്യൂ ഉണ്ട്, A1ൻ്റെ വാല്യൂ ഉണ്ട്, B1ൻ്റെ വാല്യൂ ഉണ്ട്, C1ൻ്റെ വാല്യൂ ഉണ്ട്. ഓക്കെ, ഈ റിലേഷൻ മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി. A1/√A1² + B1² + C1². ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 0.901. ഓക്കെ, ANXൻ്റെ വാല്യൂ ഈ രീതിയിൽ വരും. നെക്സ്റ്റ് -0.425, -0.425. നെക്സ്റ്റ് 0.085,
0.085. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് കിട്ടുന്നത്. അപ്പം ഈ ഡയറക്ഷൻ കൊസൈൻസ് ഫോർ സിഗ്മ 1. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയെന്ന് പറയുന്നത് ഡയറക്ഷൻ കൊസൈൻസ് ഫോർ സിഗ്മ 1 ആണ് കിട്ടിയത്. ഡയറക്ഷൻ കൊസൈൻസ് ഇതിനെ തന്നെയാണ് നമ്മൾ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഡയറക്ഷൻ ഓഫ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്. ഡയറക്ഷൻ ഓഫ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്. ഡയറക്ഷൻ ഓഫ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്, sigma 1 is given by ANX, ANY, ANZ, where ANX equal to 0.901, ANY equal to minus 0.425, ANZ equal to 0.085. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷൻ ക്വസ്റ്റ്യൻസ് എപ്പോഴും കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും 1-നെക്കാട്ടും ചെറിയൊരു വാല്യൂ ആയിരിക്കും. കാരണം ഇവിടെ ഒരു റിലേഷനും കൂടെ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. ഡയറക്ഷൻ കൊസൈൻസിൻ്റെ ഒരു റിലേഷനാണ്, അത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഡയറക്ഷൻ കൊസൈൻസിൻ്റെ സ്ക്വയറിൻ്റെ സം എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഇവിടെ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് ANX, ANY, ANZ ആണ്. ANX, ANY, ANZ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ANX സ്ക്വയർ പ്ലസ് ANY സ്ക്വയർ ANZ സ്ക്വയർ എടുക്കുക. ഓക്കെ, ഇത് അപ്രോക്സിമേറ്റഡ് ടു 1 ആയിരിക്കും, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ കിട്ടുന്ന വാല്യൂസ് എല്ലാം അത്രയും ചെറുതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഡയറക്ഷൻ കൊസൈൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1000, 500 എന്നൊക്കെ വരുവാണെങ്കിൽ അത് മിസ്റ്റേക്ക് ആണെന്നപ്പോഴേ മനസ്സിലാക്കിക്കൊള്ളണം. ഓക്കെ, ശരി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചെക്ക് ഫോർ സ്ട്രെസ് ഇൻവേരിയൻസ് എന്ന്. ഓക്കെ, അപ്പോൾ അതും കൂടെ ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പൽ സ്ട്രെസ്സും അതിൻ്റെ ഡയറക്ഷനും മാത്രം വരുന്നെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞത് വരെ ചെയ്താൽ മതി. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെക്ക് ഫോർ സ്ട്രെസ് ഇൻവേരിയൻസ് എന്നും കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കിട്ടിയ സ്ട്രെസ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് വെച്ചിട്ട് ഒരു സ്ട്രെസ് ടെൻസർ എഴുതുവാണെങ്കിൽ, ഓക്കെ, അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും: സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3. ഓക്കെ, അപ്പോൾ ഈ സിഗ്മ 1ൻ്റെ ഡയറക്ഷനിൽ വേറെ ഷിയർ സ്ട്രെസ്സുകളൊന്നും കാണത്തില്ല. സിഗ്മ 2ൻ്റെ ഡയറക്ഷനിൽ ഷിയർ കാണത്തില്ല. സിഗ്മ 3യുടെ ഡയറക്ഷനിലും ഷിയർ കാണത്തില്ല. ഓക്കെ, ഇത് നമ്മൾ എന്താണ് ഈ പറയുന്ന പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് മാത്രം വച്ചിട്ടുള്ള ഒരു സ്ട്രെസ് ടെൻസർ എഴുതിയതാണ്. ഓക്കെ, അപ്പം അതിൽ ഈ സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3യുടെ വാല്യൂസ് നമുക്കറിയാമല്ലോ. ഓക്കെ, സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3യുടെ വാല്യൂസ് അറിയാം. വാല്യൂസ് ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് ടെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അപ്പം മോഡിഫൈഡ് ആയിട്ടുള്ള സ്ട്രെസ് ടെൻസർ എന്ന് പറയുന്നത് സിഗ്മ 1ൻ്റെ വാല്യൂ വന്നിട്ട് 90.77. 90.77. ഓക്കെ, സിഗ്മ 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ 2 നമ്മളെടുത്ത് എഴുതിയത് സിഗ്മ 2 വന്നിട്ട് -42.65. 42.65. ഓക്കെ, സിഗ്മ 3യുടെ വാല്യൂ എന്ന് പറയുന്നത് 11.88. ഓക്കെ, ബാക്കി നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 0 ആയിരിക്കും, കാരണം പ്രിൻസിപ്പൽ സ്ട്രെസ് വെച്ചിട്ടുള്ളതാണ് എഴുതുന്നത്. ഓക്കെ, ഇനി നമ്മൾ സിഗ്മ 1 ഈ ഒരു മെട്രിക്സിൽ ഈ ഒരു സ്ട്രെസ് ടെൻസറിൽ സിഗ്മ 1 പറയുവാണെങ്കിൽ സിഗ്മ I1 പറയുവാണെങ്കിൽ സിഗ്മ 1 പ്ലസ് സിഗ്മ 2 പ്ലസ് സിഗ്മ 3. ഓക്കെ, I1 എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ഡയഗണൽ എലമെൻറ്റ്സിൻ്റെ സമ്മ്. സിഗ്മ 1 പ്ലസ് സിഗ്മ 2 പ്ലസ് സിഗ്മ 3. ഓക്കെ, സിഗ്മ 1 എന്ന് പറയുന്നത് 90.77 മൈനസ് 42.65 പ്ലസ് 11.88. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് 60. കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് 60. ഓക്കെ, നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു I1 കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. അവിടുത്തെ I1-ഉമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, തുടക്കം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും I1 എത്ര തന്നെയായിരുന്നു കിട്ടിയത്? 60 തന്നെയാണ്. ഓക്കെ, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്ന സ്ട്രെസ് ടെൻസർ വെച്ചിട്ടുള്ള I1 ആണ്. നമ്മൾ ഈ പ്രിൻസിപ്പൽ സ്ട്രെസ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും I1ൻ്റെ വാല്യൂ എത്ര തന്നെയാണ് വരുന്നത്? 60 തന്നെയാണ് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ടേംസിനെല്ലാം നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്ട്രെസ് ഇൻവേരിയൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ശരി. ഇനി I2 ഇതേപോലെ തന്നെയാണ്. I2 നേരത്തെ കിട്ടിയത് എത്രയാണ്? I2 കിട്ടിയത് -3300 എന്നാണ് കിട്ടിയത്. ഇവിടെ ചെയ്ത് നോക്കുവാണെങ്കിൽ അത് തന്നെ കിട്ടും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ I2 എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സിൽ ഫസ്റ്റ് സിഗ്മ 1 വരുന്ന റോയും സിഗ്മ 1 വരുന്ന കോളവും എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളത് സിഗ്മ 2,
സിഗ്മ 3 0 0. സിഗ്മ 1 വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ശരി. നെക്സ്റ്റ് ടേമിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് ഡയഗണൽ എലമെൻറ്റ് എന്ന് പറയുന്നത് സിഗ്മ 2 ആണ്. അപ്പോൾ സിഗ്മ 2 വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ബാക്കിയുള്ളത് സിഗ്മ 1 സിഗ്മ 3 0 0. ഓക്കെ, നെക്സ്റ്റ് സിഗ്മ 3 വരുന്ന റോയും കോളവും എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, അത് ചെയ്യുമ്പോഴത്തേക്ക് സിഗ്മ 1 സിഗ്മ 2 0 0. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് സിഗ്മ 2 സിഗ്മ 3 അല്ലേ, ഇത് ഇൻറ്റു ഇത് മൈനസ് ഓഫ് 0 എന്ന് വരും, പ്ലസ് സിഗ്മ 1 സിഗ്മ 3 മൈനസ് ഓഫ് 0 എന്ന് വരും, പ്ലസ് സിഗ്മ 1 സിഗ്മ 2 മൈനസ് ഓഫ് 0. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാലും കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് -3300 തന്നെയായിരിക്കും കിട്ടുന്നത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. -3300 തന്നെ വരും. ഓക്കെ, ഇനി ഇത് ഇവിടെ സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 അല്ലേ, നമ്മുടെ മൊത്തം സ്ട്രെസ് ടെൻസറിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക 0 0 0. ഓക്കെ, ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകണം സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 സിഗ്മ 1 ഇൻറ്റു സിഗ്മ 2 ഇൻറ്റു സിഗ്മ 3 എന്ന് വരും. ഓക്കെ, സിഗ്മ 1 എന്ന് പറയുന്നത് 90.77. ഓക്കെ, 90.77 ഇൻറ്റു -42.65 ഇൻറ്റു 11.88. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് -45,991 എന്നാണ് വന്നത്. -45,991 അല്ലേ. അപ്പോൾ അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എത്ര തന്നെയാണ് നേരത്തെ കിട്ടിയ -46,000 എന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതിന് ഏകദേശം ഈക്വലായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കിട്ടിയത് -45,991 ആണ് കിട്ടിയിരിക്കുന്നത്. -45,991 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താണ്, ഇത് തന്നെയാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ആക്ച്വൽ സ്ട്രെസ് ടെൻസർ വെച്ചിട്ട് സ്ട്രെസ് ഇൻവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും പിന്നെ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ആ ഒരു സ്ട്രെസ് ടെൻസർ വെച്ചിട്ട് സ്ട്രെസ് ഇൻവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും വാല്യൂ എന്ത് തന്നെയാണ് വന്നിരിക്കുന്നത്? ഈക്വലായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈക്വലായിട്ട് വരണം, അത് നിർബന്ധമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയോ കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് വന്നതെന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ ഈക്വലായിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറഞ്ഞെഴുതിയത്, ചെക്ക് ഫോർ സ്ട്രെസ് ഇൻവേരിയൻസ് എന്ന് പറയുന്നത്. ഹിയർ ഇപ്പോൾ കൺക്ലൂഷനായിട്ട് ഹിയർ I1 I2 I3 remains the same. Hence the stress invariance is checked. Hence the stress invariance is checked. ഓക്കെ, അപ്പം ഈ രീതിയിൽ പ്രിൻസിപ്പൽ സ്ട്രെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഫസ്റ്റ് മൊഡ്യൂളിൽ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ ക്വസ്റ്റ്യനും പ്രിൻസിപ്പൽ സ്ട്രെസ് എന്താണെന്നുള്ളതും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് നോക്കുന്നു. അഡീഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസും കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ.